إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته ويهديك صراطا مستقيما ويسرك الله لك ويسرك الله أسرا عزيزا سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم أوصل ثواب ما قرأناه من القرآن العظيم إلى النبي سيدنا المصطفى محمد صلى الله عليه وسلم وإلى أصحابه أجمعين وإلى جميع الأنبياء والأولياء والشهداء والصديقين والصالحين. اللهم خاصة إلى حضرة من دفن في هذه البقعة، من دفنوا في هذه البقعة المباركة، خاصة السيد عبد الله البافقي الحضرمي ولية ولفا. اللهم وبجاههم لديك يسر لنا الأمور. اللهم افتح لنا يا الله وبارك لنا يا الله وبارك لنا فيما أعطيتنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق وآله وصحبه أجمعين والحمد لله رب العالمين. ഇതുമായി ബന്ധപ്പെട്ട് ഉസ്താദ് അവർകളെ ചെയ്യുന്ന
والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمنا مراشد أمورنا وأذنا من شرور أنفسنا ومن سيئات أعمالنا وأفوض أمري إلى الله إن الله بصير بالعباد حسبنا الله ونعم الوكيل نعم المولى ونعم النصير فقد قال الله سبحانه وتعالى في محكم التنزيل العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا تقبل الله صدق الله مولانا العلي العظيم من بنى لله مسجدا بنى الله له بيتا في الجنة أو كما قال سيدنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم على حبيبك خير الخلق كلهم الحمد لله رب العالمين അല്ലാഹു തആല ഇന്ന് നമ്മുടെ ജോനകപ്പുറം നിവാസികളായ മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഒരു വളരെയധികം സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഒരു ജമാഅത്ത്, പ്രത്യേകിച്ചും വളരെയധികം കാലപ്പഴക്കമുള്ള കേരളത്തിലെ തന്നെ രണ്ടാമത്തേത് എന്ന് പറയപ്പെടുന്ന ഈ ജോനകപ്പുറം വലിയ പള്ളി, ഇവിടെ അൽഹംദുലില്ലാഹ് എല്ലാ രാജ്യങ്ങളിലും പണ്ട് കാലത്തെ കൊണ്ടായിരുന്ന പോലെ തന്നെ ഇപ്പോഴും ഖുത്ബ, ജമാഅത്ത്, നിസ്കാരങ്ങൾ, ജുമാ എല്ലാം ഇവിടെയുണ്ട്. പ്രാഥമികമായ മദ്രസ വിദ്യാർത്ഥികൾ പഠിക്കുന്ന +2 വരെയുള്ള മദ്രസ ഇവിടെയുണ്ട്. വിദേശികളായ കുട്ടികൾ വന്ന് കിതാബുകൾ പഠിച്ച് ദീൻ പഠിച്ച് ഉപരിപഠനത്തിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന അറബിക് കോളേജ്, ദർസ് ഇവിടെയുണ്ട്. ഇവിടെ മശായിഖന്മാരും സ്വാലിഹീങ്ങളിൽപ്പെട്ട പലരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്ത് ഒരു കുറവ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആ കുറവ് ഇത്തരുണത്തിൽ നികത്തിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായവും കാരുണ്യവും കൊണ്ട് തീർച്ചയായും റബ്ബ് പറഞ്ഞൊരു വാക്ക് വളരെ റബ്ബുൽ ആലമീൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇബ്തഗൂ ഇലൈഹിൽ വസീലത വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ സൽക്കർമ്മം ചെയ്ത് റബ്ബിനോട് ദുആ ചെയ്തോളാനാണ്. റബ്ബിലേക്കുള്ള സൽക്കർമ്മങ്ങൾ വെച്ച് ഏറ്റവും വലിയ സൽക്കർമ്മമാണ് നിങ്ങൾ അങ്ങോട്ട് നോക്കണം. സ്വർഗത്തിൽ ഒറ്റമുത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വെട്ടിത്തിളങ്ങുന്നത് പോലെയുള്ള ഒരു സൗധം, അതെ, സ്വർഗത്തിൽ ഒറ്റമുത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പ്രകാശം കൊണ്ട് പൂരിതമായിരിക്കുന്ന ഒരു സൗധം ഇവിടെ പണിതുയർത്തി, അത് ഈ നാട്ടുകാരായിരിക്കുന്നവർക്കും ഇവിടെ സിയാറത്തിന് വേണ്ടി വരുന്നവർക്കും അവർക്ക് ഒളു ഉറപ്പിക്കാൻ, അവർക്ക് അംഗശുദ്ധി വരുത്താൻ, അവർക്ക് നിസ്കരിക്കാൻ, അവരുടെ നിസ്കാരം ഖളാ ആക്കുന്നതിന് ഇനി കാരണങ്ങളൊന്നും തന്നെ ഇല്ല. മുൻ സമയങ്ങളിൽ പലരും ഇവിടെ വന്നിട്ട് നമ്മുടെ കോളേജിൽ തന്നെ വന്ന് ചോദിച്ച്, ഇവിടുത്തെ നമ്മുടെ സെക്രട്ടറിമാരും പലരും ഉള്ളവരൊക്കെ മദ്രസയിലും പിന്നെ ഉള്ള സ്ഥലത്തൊക്കെ സൗകര്യം കൊടുക്കുക, നമ്മുടെ കോളേജിൽ തന്നെ സൗകര്യം കൊടുത്ത് അത്യാവശ്യത്തുള്ള ബാത്റൂം സൗകര്യത്തിന് വളരെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് അപ്പോൾ അവിടെ പോവുകയൊക്കെ ചെയ്ത സ്ഥലത്ത് പലരും ഇവിടെ സൗകര്യമില്ല എന്നതിൻ്റെ പേരിൽ ഇവിടെ നിസ്കരിക്കാതെ പോയ സന്ദർഭങ്ങളെല്ലാം ഉണ്ട്. ഇനി ആ ഒരു കാരണം നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം അൽഹംദുലില്ലാഹ് അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി അതിന്റെ പുറമേ നിന്ന് നോക്കിയാലും അകമേ നിന്ന് നോക്കിയാലും അത് വളരെയധികം ഹൃദയത്തിനെ ആകർഷിക്കത്തക്ക നിലയിലുള്ള ഒരു ഭവനമാണ് ഇവിടെ സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കി. ഇപ്പോഴോടുകൂടി ഇന്നത്തെ ഒരുപക്ഷെ ഇശാ വരെയുള്ള സമയം കൂടി കഴിഞ്ഞാൽ ഇനി അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല, അവിടെ സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമെന്ന് എഴുതി ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്.
ഇവിടെ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കുന്ന സ്ഥലമെന്ന് അവിടെ എഴുതി വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം അതിൽ വേണ്ടതിലേക്കൂടെ ഒരുക്കിക്കൊണ്ട് അവിടെ എല്ലാം സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ നിസ്കാരത്തിലും ഇത് മാറ്റങ്ങളും വിഷമം വരുത്താൻ പാടില്ല, അതിലേക്കൂടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പറയാതിരിക്കാൻ മാർഗമില്ല. നമ്മുടെ ഇവിടുത്തെ ജോയിന്റ് സെക്രട്ടറി നമ്മുടെ നാസിം, അദ്ദേഹം പല പ്രാവശ്യം ഇവിടെ ഒരു നിസ്കാര റൂമും ബാത്റൂമും ഉണ്ടാക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹുത്തെ ശ്രമത്തിനൊക്കെ അർഹിക്കുന്ന പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ റബ്ബുൽ ആലമീൻ വിധിച്ചതും തൗഫീക്ക് നമ്മുടെ സലാഹതങ്ങൾക്കാണ്. അദ്ദേഹം അതിനുവേണ്ടി രംഗത്ത് വന്ന് അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തി അതിനുവേണ്ടി രംഗത്തേക്ക് ഇറങ്ങി. നിയത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. ഇത് തന്നെയാണ് ഇവിടെ കണ്ടത്. അദ്ദേഹത്തിന്റെ നല്ല നിയ്യത്ത്, ആ നിയ്യത്ത് കൊണ്ട് വലത് കാലിച്ച് ബിസ്മില്ലാഹിർ റഹ്മാൻ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി. റബ്ബിന്റെ ഭാഗത്ത് സഹായം പുറകിൽ നിന്ന് തുരിതരെ വന്നുകൊണ്ടേയിരുന്നു. അള്ളാഹുവിന്റെ മഹത്തായ ഫضل കൊണ്ട് അദ്ദേഹം ഇനി ഒരു കാലത്ത് മരണപ്പെട്ട് ഇവിടെ സയ്യിദ് സാദാത്യങ്ങളുടെ സ്ഥലത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്ന. ലോകത്തിൽ എവിടെ അന്ത്യവിശ്രമം കൊണ്ടാലും ശരി, ഇത് പടുത്തുയർത്തിന്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ട മുഴുവനിലേക്കും എത്തിപ്പെടും വിഷയത്തിൽ സംശയത്തിന് അവകാശമില്ല. അല്ലാഹു തആല അതിനുവേണ്ടി യത്നിച്ചവർക്കും അതിൽ സംഭാവന ചെയ്തവർക്കും സംഭാവന ചെയ്യിപ്പിച്ചവർക്കും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരുടെ മനസ്സുകൊണ്ടോ സന്തോഷം പങ്കിടുകയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗത്തിൽ നിന്നും പ്രകാശിക്കുന്ന ഒറ്റ മുത്തിനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ ഭവനം, അത് നമുക്കെല്ലാം അള്ളാഹു നസീബാക്കത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു വിഷയം ഇതൊരു പൂരിതമാണ്. ഈ ഒരു ഭാഗം ഇനി ഇവിടെ അങ്ങനൊന്നും ചെയ്യാൻ ഇവിടെ ഇല്ല. ഇനി ഇതുപോലേക്ക് സൽക്കർമ്മം ജോലകപ്പുറത്ത് തൽക്കാലം ചെയ്യാൻ വേറെ ഇല്ല എന്ന നിലയിൽ കൂടിയായിട്ട് അൽഹംദുലില്ലാ അത്രയും വളരെ ഉയർന്ന നിലയിൽ കൂടിയാണ് അത് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ ഏറ്റവും വലിയ സൽക്കർമ്മം? അതിനകത്തൊരു വിഷയം എന്താണ്? മൻബനാലില്ലാഹി മസ്ജിദൻ. ഇത് പള്ളിയായിട്ട് നമ്മൾ വഖഫ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതിനൊരു കല്യാണം നടത്താറില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഉദ്ദേശത്തിലൊന്നുമില്ല. നിക്കാഹ് നടത്തൽ അവിടെ ഇല്ല. വേറെ ആർക്കും വന്ന് കുറച്ചു നേരം ഇവിടെ കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളൊന്നും അങ്ങനെയില്ല. വരുന്നവർക്ക് അവർക്ക് ബാത്റൂമിൽ പോവുക, അവരുടെ ഉളു ഉറപ്പിക്കുക, അവർ വന്ന് നിസ്കരിക്കുക, അവർക്ക് അല്പനേരം വിശ്രമിച്ചവർക്ക് പോവുക. ഈ നിലയിൽ കൂടെ അല്ലാത്ത ഒരു നിയ്യത്തും ഇല്ലാത്തതുകൊണ്ട് അത് പള്ളി എന്ന നിലയിൽ കൂടെ വഖഫ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും തന്നെ അത് മസ്ജിദ് പോലെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് ആ പറയപ്പെട്ട ഹദീസ് ഷരീഫ് മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ബിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ഒരു ഭവനം പണിഞ്ഞാൽ അവൻ അല്ലാത്ത സ്വർഗത്തിൽ ഒരു ഭവനം പണിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഷരീഫിന്റെ ഷറഹിൽ അവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയും വലൗകാന കഹ്സൻ. ഈ പള്ളി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഒരു കുരുവിയുടെ കൂടിനത്രയും മാത്രം വലിപ്പമുള്ളതാണെങ്കിൽ ശരി, അള്ളാഹുവിന്റെ പ്രതിഫലം കൊടുക്കുമെന്ന് അവിടെ ഷറഹിൽ കാണാം. ഒന്ന്. രണ്ടാമത് മഹാന്മാർ എഴുതിച്ചേർത്തു, നമ്മൾ മഹാൻ സാധുക്കളായ നമ്മളുള്ള കൃപ എന്താണ്? ഒരു പള്ളി ഒരാൾ മൊത്തമായിട്ട് തന്നെ കൂടെ വെച്ചു കൊടുത്തെങ്കിലേ സ്വർഗത്തിൽ ഭവനം കിട്ടുകയുള്ളൂ. അതോ അതിൽപ്പെട്ട ഏതെങ്കിലും ഭാഗവാക്കുകളായിട്ട് കുറേശ്ശെ ഒരാൾക്ക് തടി കൊടുത്ത്, ഒരാൾ നോക്കുമ്പോൾ കുറച്ച് മെറ്റൽ കൊടുത്ത്, ഒരാൾ കുറച്ച് സിമെന്റ് കൊടുത്ത്, ഇങ്ങനെ കുറേശ്ശെ കുറച്ച് പൈസ കൊടുത്ത് ഇങ്ങനെയൊക്കെ വന്നാൽ അവരും ആ പ്രതിഫലത്തിൽ പങ്കാളികളാകുമോ? തീർച്ചയായിട്ടും പങ്കാളികളാകുമെന്ന് ഹദീസ് ശരീഫിലെ കിതാബിൽ ഖസ്തലാനിയിൽ കാണാം, മിർഖാത്തിൽ കാണാം, അതുപോലെ റിയാദ് സാലിഹിന്റെ ഷറഹ് ദലീൽ ഫാലിഹിൽ കാണാം. എവിടെയും കിതാബുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ മുഴുവനായി ഒരാൾ ഒരു പള്ളി വെച്ചില്ല എങ്കിൽ പോലും ശരി, അതിൽ നിന്ന് ഭാഗവാക്കുകളായാലും ശരി, അതിൽ 10 പൈസയെങ്കിലും അത് ഇട്ടാൽ ശരി, അതിൽ എന്തെങ്കിലും ഒരു പ്രയത്നം ചെയ്താൽ ശരി, അവരെല്ലാം പ്രതിഫലത്തിൽ പങ്കാളികളാണ്. അപ്പൊ ഇത്രയും വലിയ പ്രതിഫലാർഹമായ ഒരു വലിയ നമ്മുടെ മനസ്സിന്റെ ജൗനപ്പുറത്തിന്റെ എല്ലാമായിരിക്കുന്ന ഒരു അഭിലാഷം അത് ഇന്ന് നിറവേറ്റിയ ശേഷം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? റബ്ബിനോട് നമുക്ക് ചോദിക്കുക എന്നുള്ളതാണ്. റബ്ബിനോട് ചോദിക്കണം. മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ അള്ളാഹു പറഞ്ഞ് കാബ ശരീഫ് പണിയാൻ, പുതുക്കി പണിയാൻ ഇബ്രാഹിം ഇസ്ലാം വന്നു, ഇസ്മായിൽ ഇസ്ലാം വന്നു. രണ്ടുപേരും വന്നിട്ട് കാബ ശരീഫ് പുതുക്കി പണിയാ. ഇസ്മായിൽ നബി ഇസ്ലാം കല്ല് ഒന്നുകൊണ്ട് കൊടുക്കും. ഇബ്രാഹിം നബി ഇസ്ലാം അതിനെ പറക്കി മുകളിലേക്ക് കാബ ശരീഫിന്റെ ചുറ്റുവട്ടത്തെ കല്ലുകൾ പറക്കി അടുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമുക്കൊക്കെ അറിയും. ഷറഫാക്കപ്പെട്ട കാൽപാദം അത് മുകളിലേക്ക് കയ്യെത്താതെ വന്നപ്പോൾ ഒരു കല്ല് ലിഫ്റ്റ് മുകളിലേക്ക് പൊന്തി കൊടുക്കുകയും അത് ആ കല്ലിൽപ്പെട്ട ഓരോന്നും അവിടേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ താഴേക്ക് വരികയും ഇസ്മായിൽ ഇസ്ലാം തോളിലേക്കും തലയിലേക്കും തുണിയുടെ കഷ്ണം വെച്ചുകൊണ്ട് കല്ലുകൾ പറക്കി കൊണ്ടുവന്ന് കൊടുക്കുകയും 7 പർവ്വതങ്ങൾ ജബലുൽ കഅബ ഉൾപ്പെടുന്ന 7 പർവ്വതങ്ങളിൽ നിന്നാണ് കാബ ശരീഫ് എന്ന് പണിയാൻ വേണ്ടി കല്ലെടുത്തിട്ടുള്ളത്. ഇസ്മായിൽ ഇസ്ലാം കൊണ്ടു കൊടുക്കുമ്പോൾ ഇബ്രാഹിം ഇസ്ലാം ആ കാബ ശരീഫ് പണിഞ്ഞ് ഇതെല്ലാം പറഞ്ഞ് പൂർത്തിയാക്കിയിട്ട് എന്താ ചെയ്തത്? ആ കാബ ശരീഫ് നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ടെന്ന് അഭിമാനിക്കുകയല്ല ചെയ്തത്. അതായത് അള്ളാഹു എന്ത് പറഞ്ഞു? റബ്ബനാ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മാഈലു
റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, ഈ കല്ലെല്ലാം പറക്കിക്കൊണ്ട് വന്ന് തോളിൽ വെച്ചുകൊണ്ടും തലയിൽ വെച്ചുകൊണ്ടും ചുമന്ന് വന്ന് ഈ വെയിലത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം പറക്കിയെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കബൂലിയത്ത് നിന്റെ ഭാഗത്തുള്ളതാണ്. രണ്ട് പ്രവാചകന്മാരാണ് പണിഞ്ഞത്. കഅബ ശരീഫാണ് പണിഞ്ഞത്. ഇതിനേക്കാൾ വലുതെന്ന് പണിയാൻ വേറെ ഇല്ല. ഇതിനേക്കാൾ വലുതെന്ന് പറയാൻ പറ്റുന്ന ആളുകൾ വേറെ ഇല്ല. അപ്പൊ അത്രയും വലിയ ആളുകളാണ് പണിഞ്ഞതെങ്കിലും, അത്രയും വലിയ ഭവനമാണ് പണിഞ്ഞെങ്കിലും അള്ളാഹു കബൂൾ ചെയ്യണം, റബ്ബ് സ്വീകരിക്കണം. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. ഒരുവിധ നമ്മുടെ മനസ്സിൽ റബ്ബിനുള്ള കൃതാർത്ഥതയല്ലാതെ നമ്മളോട് കയറുമ്പോഴും നിസ്കരിക്കുമ്പോഴും ഇപ്പോഴും എല്ലാം റബ്ബ് ഈ കൽബ് തുറന്നു നോക്കിയാൽ എന്റെ റബ്ബിനുള്ള കൃതാർത്ഥത, ആ നന്ദിയല്ലാതെ, റബ്ബിനുള്ള ശുക്രല്ലാതെ നമ്മുടെ കൽബിൽ വേറെ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഒരുവിധ കാര്യങ്ങളും ഇല്ല. അൽഹംദുലില്ലാ, ഇവിടെ വരുന്ന സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് സന്തോഷത്തോ അതോ അവർക്ക് കയറിയാൽ ബാത്റൂമിലേക്ക് കയറുന്ന വഴിക്ക് അവർക്ക് റാഹത്തായിട്ട് അവിടെ വസ്ത്രങ്ങളൊക്കെ നീക്കി വെച്ചുകൊണ്ട് ഉദൂ ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചേർത്ത് പുറകിലൊക്കെ നല്ല മറയെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നല്ല ഭംഗീകരിച്ചുകൊണ്ട് അതിന് വേണ്ടതായിരിക്കുന്ന കുറ്റമറ്റ നിലയെക്കുറിച്ചാണ് അൽഹംദുലില്ലാ ചെയ്തിരിക്കുന്നത്. അത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും മുഷാവറ ചെയ്ത് ചോദിച്ച് ഖിബ്ലയെല്ലാം കറക്റ്റായിട്ട് തിരിച്ച് എല്ലാ കാര്യങ്ങളും റാഹത്താക്കിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റബ്ബിൽ അത് ഒന്നാമത്തെ കാര്യം കബൂൽ ചെയ്യണം. ഇനി നമുക്ക് പിന്നെ മറ്റൊന്നുള്ളത്, ഈ ഒരു സൽക്കർമ്മത്തെ മുൻനിർത്തും നമുക്ക് റബ്ബിനോട് ദുആ ഇറക്കണം. ഈ രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ദുആയുടെ മജ്‌ലിസാണ്, കുറഞ്ഞ സമയമുള്ളൂ. നമുക്ക് റബ്ബിന്റെ തൗഫീഖ് ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയും അസ്മാഉ സാദാത്തുൽ സ്വഹാബത്തുൽ ബദരിയും റളിയല്ലാഹു അൻഹും രണ്ടും കൂടെ ഓതിക്കൊണ്ട് നമുക്ക് റബ്ബിനോട് ചോദിക്കാം. വളരെ ബഹുമാനപ്പെട്ട മാസമാണല്ലോ ഇത് ബഹുമാനപ്പെട്ട ബറാഅത്ത് രാവ് ഉൾക്കൊള്ളുന്ന മാസമാണ് ഈ ശഅബാൻ മാസം. നമ്മൾ ആ രാവിനോട് അങ്ങോട്ട് അടുത്തടുത്ത് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. റമദാൻ മാസം നമ്മളെ തൊട്ടുരുമി നിൽക്കുകയാണ്. പലതുകൊണ്ടും ശ്രേഷ്ഠമാക്കപ്പെട്ട സമയവും മജ്‌ലിസും എല്ലാമാണ്. ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും സാദാത്യങ്ങളും എല്ലാം ഉള്ളതായിരിക്കുന്ന മജ്‌ലിസാണ്. റബ്ബുൽ ആലമീൻ ഇതിനെ ഇപ്പടി കബൂൽ ചെയ്യുകയും ഈ പറയട്ടെ നമ്മൾപ്പെട്ട സർവ്വ ആളുകളെയും നമ്മുടെ കുടുംബാദികളെയും ഇതിൽ ബന്ധപ്പെട്ട സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെ അവിടെ എവരിരുന്നാലും ശരി അവരെ മുഴുവൻ പേരെയും റബ്ബുൽ ആലമീൻ അവന്റെ ജന്നാത്തിലും സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു എത്തിച്ചെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആപത്തുകളും ബലാ മുസീബത്തുകളും എടുങ്ങളിൽ റബ്ബുൽ ആലമീൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാം ചിന്തിക്കേണ്ട വിഷയം, ഞാൻ ഈ അടുത്ത് ഒരു വലിയ മഹാനുമായ ഒരു വലിയ സൂഫിവര്യന്മാർപ്പെട്ടവരായിട്ട് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. ആ സംസാരിച്ച കൂട്ടത്തിൽ ഫോണിൽ കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അവർ ചോദിച്ചൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ ഇന്നും തങ്ങി നിൽക്കുകയാണ്. പല ആളുകളും പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു രംഗത്തെക്കുറിച്ച് കണ്ടപ്പോൾ അവർ നമ്മളോട് ഖാസായിട്ട് സംസാരിച്ചുകൊണ്ട് ചോദിച്ചു പോയി, അവർക്ക് റബ്ബിന്റെ പൊരുത്തം വേണ്ടേ എന്ന് പറഞ്ഞവർ കരയുകയാണ്. അവർക്ക് റബ്ബിന്റെ പൊരുത്തം വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. സൃഷ്ടികളുടെ പൊരുത്തം മതിയോ, സൃഷ്ടാവിന്റെ പൊരുത്തം വേണ്ടേ എന്ന് ചോദിക്കുക. ആലോചിച്ച് നോക്കണം. സൃഷ്ടികളുടെ മാത്രം ഇഷ്ടവും പൊരുത്തവും നമുക്ക് മതിയോ, സൃഷ്ടാവിന്റെ പൊരുത്തം വേണ്ട എന്ന് ചോദിക്കുകയും അവർ വലിയ മഹാനായതുകൊണ്ട് അവർ കരയുകയും ചെയ്യുകയാണ്. നമുക്ക് തന്നെ ആലോചിച്ച് നോക്ക്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതായത് നീ എന്ത് പ്രവർത്തിച്ചാലും അതിൽ നിഷ്കളങ്കത എന്നറിയപ്പെടുന്ന കാര്യം ഉണ്ടാകണം. അതാണ് അതിന്റെ തേങ്ങയുടെ പാല് പോലെയാണത്. തേങ്ങയുടെ പാല് ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ തേങ്ങയുടെ ചവരെടുത്ത് കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ തേങ്ങയുടെ പാലിന്റെ സ്ഥാനത്താണ് എല്ലാ അമലിന്റെയും ഇഖ്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ അഖ്ലിസ്, നിനക്ക് എല്ലാ കാര്യത്തിലും നിഷ്കളങ്കത ഉണ്ടാകണം. ഇഖ്ലാസ് എന്താണ്? അല്ലാ തുരീദ ബിത്വാഅത്തി, നീ ചെയ്യുന്ന ഒരൊറ്റ ത്വാഅത്ത് കൊണ്ടും നിന്റെ ഒരു ചെവിട്ടടി കൊണ്ടും നീ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത്, നീ ഓതുന്നത്, നീ പ്രവർത്തിക്കുന്നത് എന്ന് വേണ്ട എല്ലാ ശ്വാസോച്ഛ്വാസങ്ങളും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഉന്നതായിട്ട് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് അല്ലാതെ ഒന്നിലേക്കും വേണ്ടി ആകാൻ പാടില്ല. എന്റെ ഈ ചെവിട്ടടി എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്, ഞാൻ ഈ പറയുന്ന റബ്ബിന് വേണ്ടിയിട്ടാണ്, നമ്മളെല്ലാം ഈ പ്രവർത്തിച്ച മുഴുവൻ റബ്ബിന് വേണ്ടിയിട്ടാണ്. നമുക്ക് റബ്ബിന്റെ പൊരുത്തം വേണ്ടേ? അവന്റെ പൊരുത്തം വേണം. നമുക്ക് അവന്റെ പൊരുത്തമാണ് വേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം അവന്റെ പുറകിൽ വന്നുകൊള്ളും. ഞാൻ ഒരു ചെറിയ സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് ഒക്കെയാണ്, ഇത് നമ്മളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട വിഷയമായി ഞാൻ പറയുകയാണ്. ഒക്കെയാണെങ്കിൽ തന്നെ ഞാൻ ഒരു സംഭവം, ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബിസ്വല്ലല്ലാഹുമായി ഒരുമിച്ച് കൂടി സഹവസിച്ച് ഒരുമിച്ച് കഴിഞ്ഞ മുഅ്മിനീങ്ങളായ ആളുകളാണല്ലോ സഹാബത്ത് റളിയല്ലാഹു അൻഹു. ആ സഹാബത്ത് റളിയല്ലാഹു അൻഹു ശേഷം നബിസ്വല്ലല്ലാഹു കാലഘട്ടത്തിന് ശേഷം സഹാബത്ത് റളിയല്ലാഹു അൻഹുവിനെ കാണുകയും അവരുടെ കലാമുകൾ കേൾക്കുകയും ഹദീസ് ശരീഫ് കേൾക്കിച്ചിരിക്കുന്ന ആളുകളാണ് താബിഈങ്ങൾ എന്ന് പറയുന്നത്. താബിഈങ്ങൾ, ആ താബിഈങ്ങളിൽ നിന്ന് ഒന്നാം സ്ഥാനം ആർക്കാണെന്ന് പല അഭിപ്രായങ്ങളുമുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി ഇമാം റളിയല്ലാഹു തആലയാണെന്ന് അഭിപ്രായമുണ്ട്. കാരണം ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ പാൽ അവർ കുടിച്ചിട്ടുണ്ട്. കാരണം ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു തആലയുടെ അടിമ സ്ത്രീയായിരുന്നു ബഹുമാനപ്പെട്ട ഹസൻ ബസരി ഇമാം റളിയല്ലാഹുവിന്റെ മാതാവ്. അപ്പൊ മാതാവ് പല ജോലികളിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹസൻ ബസരി ഇമാം റളിയല്ലാഹു കുഞ്ഞായിട്ട് കാലിട്ടടിച്ച് കരയുമ്പോൾ കൃപയുടേതായിരിക്കണം ഉടമസ്ഥയാകുന്ന ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിൻ ഉമ്മു സലമ റളിയല്ലാഹു തആല
ഹസൻ ബസരി ഇമാം റളിയല്ലാഹു അൻഹു കയ്യിലേക്ക് എടുത്ത് മാറിലേക്ക് ചേർത്തുകൊണ്ട് പാല് കൊടുക്കുകയും പാൽ ഉണ്ടാകുകയും ആ പാൽ ബഹുമാനപ്പെട്ട ഹസൻ ബസരി ഇമാം റളിയല്ലാഹു അൻഹു വലിച്ചു കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് താബിഈങ്ങളിൽപ്പെട്ട ഒന്നാമൻ മഹാനായിരിക്കുന്ന ഹസൻ ബസരി ഇമാം റളിയല്ലാഹു അൻഹു അഭിപ്രായം. ഒന്ന്, അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ സഹോദര പുത്രനാകുന്ന ബഹുമാനപ്പെട്ട സഈദ് ബിൻ. രണ്ട്, അതുപോലെ തന്നെ സൂഫിയാക്കളുടെ ലോകത്തെ തിളങ്ങുന്ന നക്ഷത്രമാകുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു മറ്റൊരു അഭിപ്രായം. മൂന്ന്, ഹദീസ് ശരീഫിൽ വന്നിരിക്കുന്ന പോലെ ഖൈറുൽ താബീൻ ഉവൈസുൽ ഖർനി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഹദീസ് ശരീഫിന്റെ അടിസ്ഥാനത്തിൽ താബിഈങ്ങളിൽപ്പെട്ട ഒന്നാം സ്ഥാനം ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിർ ഖർനി റളിയല്ലാഹു അൻഹുവിനാണെന്ന് മറ്റു അഭിപ്രായം. എന്തായാലും പല അഭിപ്രായങ്ങൾ വന്നു ഇരിക്കട്ടെ. ഇതിൽ നിന്ന് താബിഈങ്ങളിൽപ്പെട്ട ഒന്നാമൻ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട ഹസൻ ബസരി ഇമാം റളിയല്ലാഹു അൻഹു, മഹാനായിരിക്കുന്ന ഹസൻ ബസരി ഇമാം റളിയല്ലാഹു അൻഹു ലോക പ്രശസ്തനാണ്. താബിഈങ്ങളിൽപ്പെട്ട ഒന്നാമൻ എന്ന് പറയപ്പെട്ട ആളാണ്. അവർ പിൽക്കാലത്ത് അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വളരെ അള്ളാഹുവിന് ഏറ്റവും പൊരുത്തപ്പെട്ട റബ്ബെ എന്ന് പറഞ്ഞ് ജീവിച്ചിട്ടുള്ള ഒരു വനിതയാണ് ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, ഇവിടെയൊക്കെ കുട്ടികൾക്കൊക്കെ റാബിയ എന്നൊക്കെ പേരിടാറുണ്ട്, റാബിഅത്തുൽ അദവിയ എന്ന് വിടാറുണ്ട്. അപ്പൊ റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ മഹാനായിരിക്കുന്ന ഹസൻ ബസരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വനിതാ രത്നമാണ്. ഹസൻ ബസരി ഇമാം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ശേഷം അവർക്ക് മനസ്സിലാഗ്രഹം വന്നു, നമുക്ക് അവരെ വിവാഹം കഴിച്ചാൽ അൽഹംദുലില്ലാഹ്, റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചാൽ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കാൻ അത് കാരണമായി തീരും എന്നവരുടെ മനസ്സിലുണ്ട്. ഇത് ആരോട് പറയും, എങ്ങനെ പറയും? അങ്ങനെ കുറെ നാളുകൾ അത് മനസ്സിൽ ഒളിച്ചുകൊണ്ട് നടന്നു. അവസാനം തന്റെ അവിടുത്തെ ശിഷ്യന്മാരോട് വിളിച്ചിട്ട് പറഞ്ഞ്, നമുക്ക് പിന്നെ ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വിവാഹാലോചനത്തിന് വേണ്ടി നമുക്കൊന്ന് പോയി സംസാരിക്കുന്ന കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ശിഷ്യന്മാരിൽപ്പെട്ടവരോട് നമുക്ക് പോകാം. അങ്ങനെ പല ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹസൻ ബസരി ഇമാം റളിയല്ലാഹു അൻഹു റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോവുകയാണ്. സംഭവം നീട്ടി പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കാര്യങ്ങളുടെ ഇടയ്ക്ക് കുറച്ച് നമ്മൾ വിടുകയാണ്. എന്തായാലും ശരി, അവിടേക്ക് ചെന്നു. മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് സംസാരിച്ച് ശിഷ്യന്മാർ പറഞ്ഞു, ഇവിടേക്ക് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹസൻ ബസരി ഇമാം റളിയല്ലാഹു അൻഹു ആണ്. അവിടത്തേക്ക് റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ അവിടുത്തെ വിവാഹം കഴിക്കാൻ നമ്മുടെ ഷെയ്ഖിന് താല്പര്യമുണ്ട്. ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കേട്ട മാത്രയിൽ ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, 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 ലോക പ്രശസ്തനായിരിക്കുന്ന ഇത്രയും വലിയ മഹാനായ ഒരു പണ്ഡിതൻ, ലോകത്ത് റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങളുള്ള ഒരു പണ്ഡിതൻ എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നതിൽ അൽഹംദുലില്ലാഹ് ഞാൻ എല്ലാ നിലയിലും സന്തുഷ്ടയാണ്, ഞാൻ സംതൃപ്തയാണ്, എനിക്ക് വളരെ വലിയ ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ അലട്ടുന്ന 2-3 പ്രശ്നങ്ങളുണ്ട്. ഒരു 3-4 ചോദ്യങ്ങളാണ്. ഞാൻ ഈ ചോദ്യം ലോകപ്രശസ്ത പണ്ഡിതന് മുമ്പിൽ ഇത് ചോദിക്കുന്നത് ഒരു വലിയ കാര്യമൊന്നും അല്ല എന്നെങ്കിൽ എനിക്കറിയാമെങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സന്തോഷകരമായി വിവാഹം കഴിച്ച് താമസിക്കാം എന്ന് പറഞ്ഞു. ശിഷ്യന്മാർക്കെല്ലാം മനസ്സിന് സമാധാനം വന്നു. എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി കൊണ്ട്. ഹസൻ ബസരി ഇമാം റളിയല്ലാഹു അൻഹു അത്ര വലിയ പണ്ഡിതനാണ്. ശരി, അങ്ങനെ ആദ്യത്തെ ചോദ്യം അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്താ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു ചോദിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഈ ലോകത്ത് നിന്ന് മരണപ്പെടും. ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്ന നമ്മൾപ്പെട്ട എല്ലാ ആളുകളും ഹാദിസായ വസ്തുക്കൾ, പുതുതായിട്ടുണ്ടായ മുഴുവൻ വസ്തുക്കൾ നശിക്കും. ദുന്യാവും പുതുതായിട്ടുണ്ടായിട്ടുള്ളതാണ്, അത് നശിച്ചു പോകും. അങ്ങനെ ആളുകൾപ്പെട്ട ഓരോരുത്തരും മരണപ്പെട്ടു പോകുമ്പോൾ ഞാൻ ഹദീസ് ശരീഫിൽ കേട്ടിട്ടുണ്ട്, ഞാൻ ആ പുണ്യവചനത്തിൽ കേട്ടിട്ടുണ്ട്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവൻ സ്വർഗത്തിൽ ദുഹൂലൻ അവ്വലിയൻ, ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്ന കൂട്ടത്തിൽ ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നവരെ പെടും. അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും സന്തോഷിച്ചാലും അതുപോലെ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്താലും ദാനധർമ്മങ്ങൾ ചെയ്താലും ശരി, എനിക്കൊരു കാര്യമേ അറിയാനുള്ളൂ, അവസാന സമയമാകുമ്പോൾ ഈ ലോകത്തോട് യാത്ര പറയുന്ന കണ്ണ് തുറക്കാത്തതിലേക്കൂടെ അടയുന്ന വേള വരുമ്പോൾ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുമോ ഇല്ല എന്നാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. ബഹുമാനപ്പെട്ട ഹസൻ ബസരി ഇമാം റളിയല്ലാഹു അൻഹു പതറുകയാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് ഞാൻ എങ്ങനെ പറയും? ഇത് റബ്ബുൽ ആലമീന്റെ ഇൽമിൽപ്പെട്ടതാണ്, ലോകത്തെ ശക്തികൾക്കും അറിയില്ല. എന്റെ കാര്യം തന്നെ ഈ വിഷയത്തിൽ എനിക്ക് പ്രശ്നമുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെയെങ്കിൽ ഇതാണ് ഞാൻ എന്റെ ആഖിബത്ത് നന്നായിക്കൊണ്ട് എന്റെ അവസാനം കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാൻ കഴിയുമോ ഇല്ല എന്ന സംശയം എന്റെ മനസ്സിലിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിച്ച സന്തോഷത്തോടുകൂടി ഈ ചിന്ത എന്നെ മനസ്സിലിട്ട് അലട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ സന്തോഷത്തോട് ഒരു വിവാഹ ജീവിതം നടത്തിക്കൊണ്ട് കഴിയുന്നത് എന്ന് ചോദിക്കുകയാണ്. ശരി, ഇരിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. എന്തായാലും ഖബറിൽ 2 മലക്കുകൾ വരും. ആ 2 മലക്കുകൾ വരുന്ന അവസരത്തിൽ എന്നോട് പല ചോദ്യങ്ങളും ചോദിക്കും. ആ ചോദിക്കുന്ന അവസരത്തിൽ മാതാ ഉറാജി റബ്ബി, ഞാൻ റബ്ബിനെ എന്തുകൊണ്ടാണ് മറുപടി നൽകുന്നത്?
ഞാൻ എന്റെ റബ്ബിന് എന്തുകൊണ്ടാണ് മറുപടി നൽകുന്നത്? അതിന് വേണ്ടതിലേക്കൂടെ മറുപടി പറയാൻ എനിക്ക് സാധിക്കുമോ ഇല്ലേ തങ്ങളെ എന്ന് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇത് നമ്മുടെയും ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അപ്പോൾ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു ചോദ്യത്തിന് മുമ്പിൽ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു അൻഹു പതറുകയാണ്. സാധ്യമല്ല, ഇത് സൃഷ്ടികൾപ്പെട്ട ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയില്ലാത്ത കാര്യമാണ്. അങ്ങനെയാണ് വിഷയമെങ്കിൽ നമ്മൾ ഇവിടെ സന്തോഷത്തോട്, വിവാഹ ജീവിതം സന്തോഷകരമായ ജീവിതമാണ്, അപ്പൊ പിന്നെ എങ്ങനെയാണ് നമ്മൾ സന്തോഷത്തോട് കഴിയുന്നത്? അവ സാധ്യമല്ലല്ലോ എന്ന് പറയുകയാണ്. ശരി, അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇനി അതിരിക്കട്ടെ. അവിടെ സിറാത്ത് പാലത്തിലേക്ക് ചെല്ലുമ്പോൾ, നന്മയും തിന്മയും തൂക്കുന്ന ത്രാസിലേക്ക് ചെല്ലുമ്പോൾ, അവിടെ നിന്ന് ആ നന്മയും തന്മയും തൂക്കുമ്പോൾ ആരുടെയെങ്കിലും അമ്മാമൻ സഖറത്ത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിർ റാദിയ വ അമ്മാമൻ ഖഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, ആരുടെയെങ്കിലും നന്മയുടെ തൂക്കം അധികരിച്ചാൽ അവൻ സന്തോഷകരമായ ജീവിതത്തിലാണ്. അതുകൊണ്ട് എന്റെ നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോൾ ഒരു നന്മ കൊണ്ടെങ്കിലും ശരി, എന്റെ തിന്മയേക്കാൾ ഒറ്റ നന്മയെങ്കിലും കൂടിക്കൊണ്ട് എന്റെ ഒരു നന്മയെങ്കിലും കൂടിക്കൊണ്ട് നന്മയുടെ ത്രാസിന് ഭാരം തൂങ്ങുമോ എന്ന് ചോദിക്കുക. അള്ളാഹുലേക്ക് ചോദിക്കേണ്ട മറുപടി ചോദ്യമാണ്. ഇത് പ്രവചിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് മൂന്നാമതും അവിടെ ഒഴിഞ്ഞു മാറുകയാണ്. ഇരിക്കട്ടെ, സിറാത്ത് പാലത്തിൽ കൂടി എല്ലാ ആളുകളും കടക്കുമ്പോൾ മിന്നൽ വേഗത്തിൽ കിടക്കുന്ന ആളുകളുണ്ട്, കാറ്റിന്റെ വേഗത്തിൽ കിടക്കുന്ന ആളുകളുണ്ട്, ശീഘ്രപ്രയാണം നടക്കുന്ന കുതിരയുടെ വേഗത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്, അവസാനം മുട്ടുകാലിന്റെ മേൽ എഴിഞ്ഞു വരെയും സിറാത്ത് പാലം മക്കളത്തെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അവിടെ വരുമ്പോൾ ഞാൻ ഈ സിറാത്ത് പാലത്തിന്റെ അക്കരയിലാണോ, എനിക്ക് കടക്കാൻ കഴിയുമോ ഇല്ലെന്ന് ഞാൻ തങ്ങളോട് ചോദിക്കുകയാണ്. അത് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന ചോദ്യമാണ്. ഈ വിഷയങ്ങളെല്ലാം ഞാനും പരിഭ്രാന്തനാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് സന്തോഷത്തോട് വിവാഹം കഴിച്ച് താമസിക്കുന്നത്? ഇനി ഒരേ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളൂ. അവസാനം അള്ളാഹു തആല തീരുമാനിക്കും, അവന്റെ വിധി വരും. ഒരു പാട്ട് സ്വർഗത്തിലേക്കും ഒരു പാട്ട് നരകത്തിലേക്കും ഒരു വിധി വരും. ആ കൂട്ടത്തിൽ അള്ളാഹു തആല സ്വർഗത്തിലേക്ക് വിധിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ വിധിക്കുമോ, അതോ നരകത്തിലേക്ക് വിധിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എന്നെ വിധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായിരിക്കുന്ന ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു അൻഹു ആ ചോദ്യത്തിന് മുമ്പിൽ പതറുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഇത് സാധ്യമല്ല, ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് സാധ്യമല്ല. ഈ വിഷയത്തിൽ ഞാൻ എന്റെ നഫ്സ് വരെയും ബേജാറിലാണ്, ഞാൻ വരെയും വളരെ വിഷമത്തിലാണെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവി റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, എങ്കിൽ ഈ 5 ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാൻ അവിടത്തേക്ക് സാധ്യമായിട്ടില്ല എങ്കിൽ ഒരിക്കലും ഞാനൊരു വിവാഹം കഴിച്ചാൽ ഒരിക്കലും സന്തോഷത്തോടുകൂടി കഴിയാൻ, റാഹത്തോടുകൂടി കഴിയാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ അവിടുത്തെ വിവാഹത്തിൽ സന്തോഷത്തോട് കഴിക്കാൻ സാധ്യമല്ലാത്തതിന് പേരിൽ എനിക്ക് നടക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവി റളിയല്ലാഹു തആല ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയും ചോദ്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. ആ മഹാൻ ചോദിച്ച ചോദ്യമാണ്. അവർക്ക് റബ്ബിന്റെ പൊരുത്തം വേണ്ടേ? സൃഷ്ടികളുടെ അടുക്കലുള്ള പേരും പറച്ചിലും മാത്രം മതിയോ റബ്ബിന്റെ പൊരുത്തം വേണ്ടേ ചോദ്യം? നമുക്കും റബ്ബിന്റെ പൊരുത്തം വേണ്ടേ? നമുക്ക് ഈ പറയപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ഈ അടുത്തൊക്കെ നമ്മുടെ ഈ പരിസരത്തുള്ളവരും അല്ലാത്തവർക്ക് ധാരാളം ആളുകൾ ആകസ്മികമായിട്ട് പെട്ടെന്ന് നിന്ന് താഴേക്ക് വീണ് മരിച്ചിരിക്കുന്ന ആളുകൾ, ലോകം കൊണ്ട് കടന്ന് മരിക്കുന്ന ആളുകൾ, പല പല മരണങ്ങളുണ്ട്. ഇതിൽപ്പെട്ട ഏത് മരണത്തിൽ എവിടെ വെച്ച് എങ്ങനെയായിരിക്കും നമ്മുടെ മരണം നമുക്ക് പ്രവചിക്കാൻ ലോകത്തിൽ ശക്തിക്കെങ്കിലും സാധ്യമാണോ? ഒരു ശാസ്ത്രത്തിന് സാധ്യമാണോ? ആർക്കും സാധ്യമല്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് നമ്മൾപ്പെട്ട ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ ഓരോ പ്രവൃത്തികളും നമ്മൾ ദുന്യാവിലേക്കും സൃഷ്ടികളുടെ ഭാഗത്ത് നമ്മൾ നോക്കേണ്ടത്. സൃഷ്ടികൾപ്പെട്ട എന്ത് പറഞ്ഞോട്ടെ, നമ്മൾ അലത്തൂൽ, നമ്മൾ സാദാ സീത, നമ്മൾ ലീഗലായ വഴിയിലാണ്, ചൊവ്വാന്നുള്ള വഴിയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്കതിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മൾക്ക് വിഷമമില്ല. ഞാൻ ഒരു ഹദീസ് ശരീഫ് കൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിട്ട്, മഹാനായിരിക്കുന്ന ഞാനൊരു പള്ളിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ബഹുമാനപ്പെട്ട ഒരു സഹാബി റളിയല്ലാഹു തആല അൻഹു, വാബിസത്ത് ബിൻ മഅബദ് റളിയല്ലാഹു തആല അൻഹു, ഇത് ശ്രദ്ധേയമാണ്. വാബിസത്ത് ബിൻ മഅബദ് റളിയല്ലാഹു തആല അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്തിനാ പറഞ്ഞു വിടുന്നത്? ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്ഥലത്തെ ഗവർണറായിട്ട് അയക്കുകയാണ്. അങ്ങനെ വാബിസത്ത് ബിൻ മഅബദ് റളിയല്ലാഹു അൻഹു മദീനത്ത് വിട്ടു പോകാൻ ഇഷ്ടമല്ല, പക്ഷെ വാക്കിനെ അനുസരിക്കലാണ് ഇവിടെ വേണ്ടത്. അങ്ങനെ സഹാബത്തിൽപ്പെട്ട പലരും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ഇരിക്കുന്ന അവസരം അവിടുന്ന് യാത്രപ്പെടുത്താൻ വേണ്ടി ചുറ്റുവട്ടത്തുനിന്ന് അവിടുന്ന് വാഹനപ്പുറത്തേക്ക് കയറി യാത്ര തിരിക്കുകയാണ്. അങ്ങനെ വാബിസത്ത് ബിൻ മഅബദ് റളിയല്ലാഹു അൻഹു കുറച്ചു ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചു. വാബിസത്ത് മടങ്ങി വരാൻ പറഞ്ഞു. മടങ്ങി വന്നു. ഉടനെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല വാബിസത്തെ, നിങ്ങൾ ജനതടുക്കിലേക്ക് പോവുകയാണ്, നിങ്ങളെ അയക്കാൻ നിങ്ങൾ പോവുകയാണ്. നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ പ്രവർത്തികളോ പ്രവർത്തനങ്ങളോ കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ നല്ലവനാണ് എന്ന് ഈ ആളുകളെല്ലാം നിങ്ങളെക്കുറിച്ച് നല്ലവനാണ് എന്ന് പറഞ്ഞു വന്നിരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയിലേക്ക് നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് ചോദിക്കണം, ഞാൻ നല്ലവനാണോ ഇല്ലെന്ന് ചോദിക്കണം. നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് പറയുന്നു ഞാൻ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ അവരെല്ലാം നല്ലവനാണെന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ ഒരർത്ഥവുമില്ല, നിങ്ങൾ മോശപ്പെട്ടവൻ തന്നെയാണ്. ഇനി നേരെ മറിച്ച് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇയാൾ മോശപ്പെട്ടവനാണ് എന്ന് ഒരു പക്ഷേ ആളുകൾപ്പെട്ടവർ പറഞ്ഞു നിൽക്കട്ടെ. നിങ്ങളുടെ മനസ്സാക്ഷിയിലേക്ക് നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് ചോദിക്കുന്നു, ഞാൻ നല്ലവനാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾക്ക് ഫത്വ തരികയാണ്, നിങ്ങൾ നല്ലവനാണ് എന്ന് പറഞ്ഞാൽ
അവരൊക്കെ നിങ്ങളെക്കുറിച്ച് മോശമാണെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് ഹദീസ് ശരീഫിന്റെ വാക്ക് എങ്ങനെയാണ്? അവർ നിങ്ങൾക്ക് ഏത് നിലയ്ക്കൂടെ ഫത്വ തന്നാലും ശരി, നിങ്ങളുടെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കണം, ഞാൻ നല്ലവനാണോ എന്ന്. മനസ്സാക്ഷി പറഞ്ഞാൽ നമ്മൾ നല്ലവൻ തന്നെയാണ്. എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു, മനസ്സാക്ഷി പറയുന്നു മോശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല അൽവാക്കം തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മളെല്ലാം ഈ മാസത്തിന്റെ സമയത്തിന്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാം അല്ലാഹു നല്ല വഴി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിനി ദുആ ചെയ്യാൻ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഈ ഭവനം അല്ലാഹു മുഴുവനായിട്ട് അത് മൊത്തവും കബൂലാക്കുകയും റബ്ബുൽ ആലമീൻ അവരുടെ സ്വർഗത്തിൽ തിളങ്ങുന്ന ഒറ്റമുത്തായിട്ട് അത് വരികയും ഇതുമായി സഹകരിച്ച് ബന്ധപ്പെട്ടുള്ള ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് മുഴുവനും അത് കണ്ണുകൊണ്ട് സന്തോഷത്തോട് നോക്കിയവർക്ക് മുഴുവൻ ഉൾപ്പെടെ ആളുകൾക്ക് മുഴുവൻ പേർക്കും അള്ളാഹു സ്വർഗത്തിലെ ഭവനം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഫാത്തിഹയും കൂടെ നമുക്ക് ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ ഫലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർദി റബ്ബിൽ ആലമീൻ വലഹുൽ കിബ്രിയാ ഫിസ് സമാവാതി വൽ അർദി വഹുവൽ അസീസുൽ ഹകീം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى صحاب سيدنا محمد صلى الله عليه وسلم صلاة تنجينا وتنجي والدينا وتنجي أهلنا وتنجي أبناءنا وبناتنا وتنجي أخطارنا وحفاظنا وتنجي إخوتنا وأخواتنا وتنجي أساتذتنا ومشايخنا وتلاميذنا وجيراننا وتنجي من تعلق بنا وتنجي من نعانا وتنجي من أوصونا بالدعاء وتنجي من لهم حق علينا وتنجي من اجتمع في مجلسنا وتنجي من في ديارنا وتنجي جميع المؤمنات بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات بالحياة وبعد الممات. اللهم إنا نسألك ونتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم وبحق كل عبد صالح وبحق كل عمل صالح وبحق أسمائك الحسنى كلها وصفاتك العلى وبحق حبيبك نبيك رسولك سيدنا مولانا محمد صلى الله عليه وسلم وسيدنا أبي بكر الصديق رضي الله عنه وعمر بن الخطاب رضي الله عنه وعثمان بن عفان رضي الله عنه وسيدنا علي بن أبي طالب رضي الله عنه وسيدنا طلحة بن عبيد الله رضي الله عنه وسيدنا زبير بن العوام رضي الله عنه وسيدنا سعد بن وقاص رضي الله عنه وسيدنا سعيد بن رضي الله عنه وسيدنا عبد الرحمن بن عوف رضي الله عنه وسيدنا أبي بكر بن الجراح رضي الله عنه وساداتنا أبي وخرس ورقم وسد ونس ونسة ونيس ووسن ووسن بياس رضي الله عنه وساداتنا بوجي وحاث براء بسبس بشين بلال رضي الله عنه وساداتنا تميم ثابت رضي الله عنه وساداتنا سقف بجابر رضي الله عنه وسادات الحارث رضي الله عنه وساداتنا حارثة وحاتب حباب حبيب حرام قريش حسين رضي الله عنه وساداتنا حمزة وخارجة وخالد وخباب رضي الله عنه وساداتنا خبيب وخراش وخريم وخلاد رضي الله عنه وساداتنا خليد وخليفة خنيس خوات خورين ذكوان الشمال رضي الله عنه وساداتنا راشد ورافع رضي الله عنه وساداتنا ربيع ربيعة رخية رفاعة رضي الله عنه وساداتنا زياد وزيد رضي الله عنه وساداتنا سالم وصائب سبرة وسراقة رضي الله عنه وساداتنا سعد رضي الله عنه وساداتنا سعيد وسفيان وسلمة وسليم رضي الله عنه وساداتنا سماك وسنان وسهل مسواد رضي الله عنه وساداتنا صهيبة شجاع وشريك شماس صبيح رضي الله عنه وساداتنا صفوان وصيف صهيب والضحاك والضمرة طفيل رضي الله عنه وساداتنا تليب بن ظهير مالله بن رافع بن عدي رضي الله عنه وساداتنا عاصم وعاقل وعامر رضي الله عنه وساداتنا عباد وعبادة وعبد الله رضي الله عنه وساداتنا عبد الله رضي الله عنه وساداتنا عبد الرحمن وعبد ربه وعبدة وبسن وعيد وعبيد رضي الله عنه وساداتنا عبيدة وعتبان وعتبة وثمان واجران وذي مسمة وصيمة وطية رضي الله عنه وساداتنا عكبة وكاشة وساداتنا عمد رضي الله عنه
وساداتنا عمير وعمير 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 وعوف وأيمن وإياد وغنام فاكن فروة وقتادة قدامة قطبة رضي الله عنهم وساداتنا قيسا وقيسا وقيسا وكابا وكابا لبلبة مالك 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 رضي الله عنهم وساداتنا مبشر مجدد محرز محرز محمد المدراس المرسل مستان رضي الله عنهم وساداتنا مسعود 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 رضي الله عنهم وساداتنا مصعب معاذ 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 رضي الله عنهم وساداتنا معبد معبد معتب 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 معقل مآمن وماء وماء معبد معبد رضي الله عنهم وساداتنا مقداد مليل منذر 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 مهجر منذر من عمان 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 رضي الله عنهم وساداتنا نعيمان نوفل المهانين هبيل المهلال واقد بدقة وديت وهب وهب ويزيد 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 رضي الله عنهم وساداتنا ابي ايوب ابي الابري ابي حبت ابي حنت ابي حبيب النبي حذيفه ابي حسن ابي خارجه ابي خلاد النبي خزيمه ابي داود رضي الله عنهم وساداتنا ابي دجانه ابي صبرة ابي سليط ابي سلمة ابي سنان ابي شيخ ابي سلمة ابي ضياء ابي طلحه ابي قلب قتادة قيس رضي الله عنهم وساداتنا ابي كبشة ابي لبابة ابي مخشين ابي مرثى ابي مسعود ابي موليد ابي الهيثم بن يسر رضي الله عنا وان منا بهم اجمعين ان تغفر ذنوبنا وذنوب والدينا وذنوب اهلنا وذنوب ابنائنا وبناتنا وذنوب اخطاننا واحفادنا وذنوب اخوتنا واخواتنا وذنوب اساتذتنا ومشايخنا وتلاميذنا وجيراننا وذنوب جميع المؤمنين والمؤمنات وتشفي امراضنا وامراضهم الظاهره والباطنه والحسيه والمعنويه وتعافينا وتعافيهم عافيه تامه دائمه وأن تطول حياتنا وحياتهم بطاعتك الله كمحبتك وخدمة الدين الإسلام وخدمة العلم النافع وتوفقنا لصالح الأعمال والأخلاق وأن تجعلنا وياهم من أهل ولايتك وتضيقنا وياهم حلاوة معرفتك وأن ترزقنا ولهم الهداية والولاية والاستقامة والعمل الصالح وتوبة لإخلاص الأمر وأن تمحو من قلوبنا وقلوبهم كل شيء تكرهه وأن تشفى قلوبنا وقلوبهم من خشيتك ومعرفتك ورهبتك والرغبة فيما عندك والأمن والعافية وعطف علينا بالرحمة والبركة منك وألهمنا الصواب والحكمة ونسألك اللهم علم الخائفين وإنابة المخبتين بإخلاص المقرن شكر الصابرين وتوبة الصديقين وأن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وأن أهل بلدنا وبيتنا هذا بيوتي مصم الناقع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا الطاعون والبلاء وتقسمنا من انزال قهرك والوباء وتحجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون ربنا لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا اللهم إنا نسألك أن تؤيدنا من عذاب القبر وتؤمنا من الفزع الأكبر وتنجينا عن دار البوار وتسقي الفردوس من دار القرار بحق سيدنا مولانا محمد صلى الله عليه وسلم وآله وصحبه الأخيار اللهم إنا نسألك في الدنيا رضاك وفي الآخرة لقاك يا رب العالمين اللهم إنا نسألك حسن الخلق وحسن الخاتمة ولذة على وجهك الكريم اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة في ليلة الجمعة وفي نهارها يا رب العالمين اللهم جل آخر كلامنا عند الموت قول لا إله إلا الله توفنا مسلمين وألحقنا بالصالحين اللهم إنا نسألك بأن لك الحمد لا إله إلا أنت الحنان المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم اللهم إن لنا ذنوبا فيما بيننا وبينك وذنوبا فيما بيننا وبين خلقك اللهم ما كان لك منها فاغفره وما كان منها لخلقك فتحمل عنا واغفرنا فضلك انك واسع المغفره اللهم نبر بالعلم قلوبنا واستعمل بطاعتك ابداننا وخلص من الفتنه اسرارنا واشغل بالاعتبار افكارنا وقنا شر وصاب الشيطان واجرنا منه يا رحمن حتى لا يكون علينا سلطان اللهم انا نسالك من خير ما تعلم ونعوذ بك من شر ما تعلم ونستغفرك من كل ما تعلم انك تعلم ولا نعلم انت علام الغيوب اللهم علمك بحالنا يكفي عن سؤالنا يا مفرج كرب المكروبين فرج عنا ما نحن فيه لا اله الا انت سبحانك اني كنت من الظالمين فاستجبنا له ونجينا من القوم وكذلك نجي المؤمنين اللهم وصل بلغ من ثواب ما قرانا من القران العظيم وما صلينا وما سلمنا وجميع ما امنا بعد القبول منا الى حضره النبي سيدنا مولانا محمد صلى الله عليه وسلم والى حضرات ارواح سائر الانبياء المرسلين صلوات الله تعالى وسلامه عليهم اجمعين والى حضرات ارواح ال كلهم وصحابتهم رضي الله عنهم خصوصا الى حضرات ارواح ساداتنا الصحابه البدرين رضي الله عنهم والى حضرات ارواح جميع التابعين والتابعين لهم بإحسان لا يمكن رضوان الله تعالى عنهم اجمعين والى حضرات ارواح الائمه الاربعه المجتهدين وجميع المصنفين والمفسرين والمحدثين والمعتنين والشاعرين المهشرين الفقهاء والصوفيين وجميع العلماء والشهداء والزهاد والصديقين الصالحين والى حضرات ارواح سادات الاقطاب السبت رضي الله عنهم وصولهم فروهم مشايخ رضي الله عنهم
وإلى حضرات رواح مشايخ الكرام والسادة الكرام إلى حضرات رواح أهل خير كلهم أجمعين وإلى مكان مشارق مغاربها وإلى حضرات من دفنوا حول هذا المسجد من الصالحين والصالحات المؤمنين والمؤمنات وإلى حضرات رواح أمواتنا وأموات سائر المؤمنين والمؤمنات والمسلمين والمسلمات اللهم بحقهم وبجاههم وبمددهم بكرامات بديك اللهم اغفر ذنوبنا اللهم استر عيوبنا اللهم احفظ قلوبنا اللهم اشرح صدورنا اللهم يسر امورنا اللهم فرج همومنا اللهم كشف كروبنا اللهم مد ديوننا اللهم اشف امراضنا اللهم عافي الامنا اللهم طول اعمارنا اللهم احسن اخلاقنا اللهم وسع رزقنا اللهم اكرم مهماتنا اللهم ارفع درجاتنا اللهم ارفع بلياتنا اللهم حسن عواقبنا اللهم انصرنا على اعدائنا اللهم صل وجوهنا باليسار ولا توهنا بالاقتار ونسترزق طالب رزقك ونستعطي بشرار خلقك ونشتغل بحمد من اعطانا ونبتلى بذنب من منعنا اللهم كما صنت وجوهنا للسجود الا لك فصنها للحاجه الا اليك بجودك وكرمك وفضلك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القران وسائر الاعمال الصالحات مع الصحه والعافيه والسلام والاخلاص وراحه القلب والتقى يا ذا الجلال والاكرام اللهم انا نسالك من خير ما سالك منه عبدك نبيك سيدنا محمد صلى الله عليه وسلم اللهم انا نعوذ بك من شر ما استعاذك منه عبدك نبيك سيدنا محمد صلى الله عليه وسلم انت المستعان واليك البلاغ ولا حول ولا قوه الا بالله العلي العظيم ربنا تقبل منا انك انت السميع العليم ربنا تقبل منا انك انت السميع العليم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا رب ارحمهما كما ربياني صغيرا آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين آمين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم وصل على